അനുദിന വിശുദ്ധർ ജനുവരി 5 വിശുദ്ധ ജോൺ ന്യൂമാൻ. 1811 മാർച്ച് 28 ബൊഹേമിയയിലെ പ്രജാറ്റിസ്റ്റ് ഗ്രാമത്തിലുള്ള ഒരു കാലുറ നെയ്ത്തുകാരൻ്റെ 6 മക്കളിൽ ഒരാളായാണ് വിശുദ്ധ ജോൺ ന്യൂമാൻ ജനിച്ചത്. തൻ്റെ അമ്മയിൽ നിന്നുമാണ് വിശുദ്ധൻ ദൈവഭക്തി ശീലിച്ചത്. അവളുടെ പ്രേരണയാൽ ജോൺ ബെഡ്വെയ്സിലെ സെമിനാരിയിൽ ചേർന്നു. സെമിനാരി ജീവിതത്തിനിടയ്ക്ക് ഒരു സുവിശേഷകനായി അമേരിക്കയിൽ പോകണമെന്നായിരുന്നു ജോൺ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ജന്മദേശം വിടുകയും 1836 ന്യൂയോർക്കിലെ മെത്രാനായിരുന്ന ജോൺ ഡുബോയിസിൽ നിന്നും പുരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. ദേവാലയങ്ങൾ പണിയുകയും സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഏതാണ്ട് 4 വർഷത്തോളം അദ്ദേഹം ബുഫാലോയിലും പരിസര പ്രദേശങ്ങളിലുമായി ചെലവഴിച്ചു. 1840 വിശുദ്ധൻ ഹോളി റെഡീമർ സഭയിൽ അംഗമായി. 8 വർഷത്തിന് ശേഷം അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. പിയൂസ് 9 മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരം വിശുദ്ധൻ ഫിലാഡൽഫിയയിലെ 4ാമത്തെ മെത്രാനായി വഴിക്കപ്പെട്ടു. 8ഓളം ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തൻ്റെ സുവിശേഷ വേലകളിൽ അദ്ദേഹത്തിന് തുണയായി. പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂളുകൾക്ക് ദ പരോക്യൽ സ്കൂൾ സിസ്റ്റം ഇൻ അമേരിക്ക അതിനുവേണ്ടി പ്രവർത്തിച്ചവരിൽ ഒരു പ്രഥമ സ്ഥാനം വിശുദ്ധനുണ്ട്. വിശുദ്ധൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റോമിൽ വെച്ച് പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ പ്രമാണ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തത്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് 40 മണി ആരാധനാ രീതി ഫിലാഡൽഫിയായി രൂപതയിൽ ആരംഭിച്ചത്. ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവർക്കായി അമേരിക്കയിലെ ആദ്യത്തെ ദേവാലയം ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ 3ാം സഭയിലെ ഗ്ലെൻ റിഡിൽ സന്യാസിനി വിഭാഗത്തിൻ്റെ സ്ഥാപകനും വിശുദ്ധ ജോൺ ന്യൂമാനാണ്. 1860 ജനുവരി 5 തൻ്റെ 48ാമത്തെ വയസ്സിൽ വിശുദ്ധൻ തെരുവിൽ തളർന്നു വീഴുകയും തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു. ഫിലാഡൽഫിയയിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ താഴത്തെ പള്ളിയുടെ അൾത്താരയ്ക്ക് കീഴെ വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നു.